നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരത്തിലേറിയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഗണേഷ് കുമാർ തന്റെ പണി തുടങ്ങി. ഒരുപാട് വിവാദങ്ങളിൽ അലയടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രി കസേര കിട്ടിയപ്പോൾ അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്. കാരണം ഇതിനോടകം തന്നെ KSRTCയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുണ്ട്. അവിടേക്കാണ് ഗണേഷ് കുമാർ എത്തുന്നത്. അതുകൊണ്ട് വളരെ ഉറപ്പുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത്. ഇപ്പോഴിതാ കേരളത്തിലെ മുക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇടവഴികളെയും ഉൾപ്പെടുത്തി രാജ്യത്ത് ഇതുവരെ കാണാത്ത ഗതാഗത സംസ്കാരം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ മുക്കിലും മൂലകളിലും ഇടവഴികളിലും പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തിലെ ചെറിയ റോഡുകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയമായി കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യയിൽ മറ്റെവിടെയും കാണാത്ത തരത്തിൽ പരിഷ്കാരം കൊണ്ടുവരും. മുഖ്യമന്ത്രിയുമായി അല്പനേരം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം പഠിച്ച ശേഷം കാണാമെന്ന്. ഞാൻ അദ്ദേഹത്തിന് വിശദമായ ഒരു പ്രപ്പോസൽ കൊടുത്തു. അത് അദ്ദേഹം അംഗീകരിച്ചാൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ നമ്മൾക്ക് കഴിയും. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ജനകീയമായ പരിഷ്കാരമാണ്. മുൻപ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പോൾ ഈ നടപടിക്ക് വേണ്ടി ഞാനൊരു ഉത്തരവിറക്കി. പക്ഷെ ഞാൻ പോയതിനു ശേഷം അത് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞു. മുഖ്യമന്ത്രി അനുവദിച്ചാൽ ആ ഉത്തരവായിരിക്കും ആദ്യം തിരിച്ചു വരാൻ പോകുന്നത്. അതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ഭുതകരമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കും. കഴിഞ്ഞ ദിവസമാണ് പിണറായി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിന് പിന്നാലെ KSRTCയെ ലാഭത്തിലാക്കാനായില്ലെങ്കിലും ഇപ്പോഴത്തെ അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. അതിന് കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനായി തൊഴിലാളി യൂണിയനുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ ഇഷ്ടമുള്ള വ്യക്തിയായതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കും. ഒന്നും വെച്ച് താമസിപ്പിക്കില്ല. 2.5 വർഷമാണ് ഇനിയുള്ളത്. അതിനാൽ അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന്റെ സൽപ്പേര് ഉണ്ടാക്കാൻ ശ്രമിക്കും. എല്ലാം പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. തനിക്കെതിരെ കോൺഗ്രസ് കൊടുത്ത കേസിൽ അവരിൽ പലരുമാണ് കുറ്റക്കാർ. പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന രീതി തനിക്കില്ല. തന്നെ ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നയം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അവരെയാണ് ബഹിഷ്കരിക്കേണ്ടത്. കോൺഗ്രസുകാർ കള്ളസാക്ഷി പറഞ്ഞ കേസാണ് കോടതിയിലുള്ളത്. എല്ലാം കാലം തെളിയിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ഏതായാലും ഗണേഷ് കുമാറിന്റെ പുതിയ വാഗ്ദാനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് KSRTCയിൽ സംഭവിക്കുമെന്ന് ജനങ്ങളും കരുതുന്നത്. ഏതായാലും ഇപ്പോൾ അപകടാവസ്ഥയിലാണ് KSRTC. അതിനെ പരമാവധി കരകയറ്റിക്കുമോ KB ഗണേഷ് കുമാർ എന്നുള്ളതെല്ലാം ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ഏതായാലും തൊഴിലാളികളും യൂണിയനുകളുമായി സഹകരിച്ചു പോകും എന്നുള്ള ഒരു ഉറപ്പും KB ഗണേഷ് കുമാർ തന്നിട്ടുണ്ട്. കൂടാതെ എത്രയും വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാ രീതികളും അദ്ദേഹം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ. എല്ലാം പഠിച്ചതിന് ശേഷം എത്രയും വേഗത്തിൽ തന്നെ KSRTCയിൽ പുതുതായി കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളിലെല്ലാം തന്നെ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു തുടങ്ങി.